Here we'll see the different types of aptitude test. One is specific aptitude test, which are related to specific abilities like mechanical aptitude test or performance test, musical aptitude test, aesthetic aptitude test, clerical aptitude test, manual dexterity aptitude test. Examples of specific aptitude tests are Stenquist Mechanical Aptitude Test, Thurston's Examination in Clerical Work, Minnesota Mechanical Assembly Test, Minnesota Spatial Relations Test, Minnesota Paper Form Board. There are also professional and scholastic aptitude tests, the tests that measures the aptitude of persons to a specific profession or select students to various professional courses. This includes SAT, that is Scholastic Assessment Test, the Graduate Record Examination, GRE, NEET exams, gated exams, SET exams are also examples of professional aptitude test. Utility of aptitude test. A teacher can diagnose students' problems by administering aptitude tests. Teachers and counselors can use aptitude tests to provide feedback to students in specific field like art, medicine, etc. Aptitude tests are used mostly by career counselors to help students make a proper choice of courses or occupations. They can be used to predict students' future performance or help them to choose the correct profession, or higher education choices can be made using a aptitude test. So aptitude test നമുക്ക് സ്റ്റുഡൻസിൻ്റെ പ്രോബ്ലംസ് ഡയഗ്നോസ് ചെയ്യാൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മെയിനായിട്ട് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് പർപ്പസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർ ചോയ്സസ് മേക്ക് ചെയ്യാനായിട്ട് സ്റ്റുഡൻസിന് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യാൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് യൂസ് ചെയ്യാം. It can be used for making clinical decisions. That means ഒരു സ്റ്റുഡൻറ്റ്, ഒരു അണ്ടർ അച്ചീവിങ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ മാലഡ്ജസ്റ്റഡ് സ്റ്റുഡൻറ്റ് വരുമ്പോൾ ആ സ്റ്റുഡൻറ്റ് യഥാർത്ഥത്തിൽ എബിലിറ്റി ലാക്ക് ചെയ്യുന്നോ ഇല്ല എന്ന് കണ്ടുപിടിക്കാൻ. ഇപ്പോൾ എബിലിറ്റി ലാക്ക് ചെയ്യുന്നതാണെങ്കിൽ അതാണ് ആ പ്രോബ്ലം. ലാക്ക് ചെയ്യുന്നില്ല ആണെങ്കിൽ ആ സ്റ്റുഡൻറ്റിന് മോട്ടിവേഷണൽ പ്രോബ്ലംസ് ആയിരിക്കും അല്ലെങ്കിൽ മറ്റ് പ്രോബ്ലംസ് കൊണ്ടായിരിക്കും അണ്ടർ അച്ചീവ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. Employers use vocational aptitude tests to select employees. Organizations ട്രെയിനിങ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാനൊക്കെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓൾസോ ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് certain admissions are provided on the basis of aptitude test. ആ ഒരു കോഴ്സിനോടുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് മെഷർ ചെയ്തിട്ടായിരിക്കും അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓൾസോ യൂസ് മൾട്ടിപ്പിൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് to find the preferences of students and to plan curricular subjects for those students. അല്ലെങ്കിൽ ആ ഒരു കോഴ്സിന് പറ്റിയ സബ്ജക്റ്റ് ഏതാണ്, പഠിപ്പിക്കേണ്ടതെന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. Teachers also use aptitude test for gradation of students, which will help in the students placement. സ്റ്റുഡൻസിന് ഒരു ഗ്രൂപ്പിലായിട്ട് പ്ലേസ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഒരു സ്കൂളിൽ തന്നെ പല അല്ലാതുള്ള സബ്ജക്ട്സ് അവർ ഓഫർ ചെയ്യുവാണെങ്കിൽ അപ്പോൾ എല്ലാവരും ആ സബ്ജക്ട്സ് ഓപ്റ്റ് ചെയ്യണമെന്നില്ല. സോ ഓൺലി ദോസ് സ്റ്റുഡൻസ് ഹു ഹാവ് ആപ്റ്റിറ്റ്യൂഡ് നീഡ് ടു ഓപ്റ്റ് ദോസ് സബ്ജക്ട്സ്. അപ്പോൾ അങ്ങനെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഇസ് ദി അഡ്വാൻറ്റേജസ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അലൗസ് ഒബ്ജക്റ്റീവ് കമ്പാരിസൺ. സ്റ്റുഡൻസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ, അവരുടെ റിയൽ ആയിട്ടുള്ള എബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി തിരിച്ചറിയാനൊക്കെ സഹായിക്കും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആർ എഫിഷ്യൻറ്റ്. സ്റ്റാൻഡർഡൈസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആർ റിലയബിൾ ആൻഡ് വാലിഡ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒരു പരിധിവരെ എഫിഷ്യൻ്റ് ആയിരിക്കും. ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകളെല്ലാം തന്നെ റിലയബിളും വാലിഡും ആയിരിക്കും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഹെൽപ്സ് ഇൻ അസസിങ് ദ ട്രെയിനിങ് നീഡ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ആർക്കാണ് അത് ആവശ്യമുള്ളത്, എന്ത് പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്യാൻ മിനിമൈസ് ആങ്സൈറ്റി. ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ സ്വയം ആൻസർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് അത് ആൻസർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് വിൽ മിനിമൈസ് ആങ്സൈറ്റി. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആർ ലെസ് ടൈം ടേക്കിംഗ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്. നമുക്കൊരു ഗ്രൂപ്പായിട്ട് ലാർജായിട്ട് ഒരേ സമയം നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇൻ്റർവ്യൂ ആണെങ്കിൽ അത് പോസിബിൾ അല്ല. ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് സഹായിക്കും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ.
Next is the limitations of aptitude test. Aptitude tests are culturally biased. അതായത് പുറത്ത് പ്രിപ്പയർ ചെയ്ത ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളാണെങ്കിൽ അത് നമ്മുടെ കൾച്ചറിൽ അത് അത്ര ഇഫക്റ്റീവ് ആവണമെന്നില്ല. അപ്പോൾ കൾച്ചറൽ ബയാസ് എപ്പോഴും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇറ്റ് നീ നോട്ട് റിസൾട്ട് ഇൻ ഗുഡ് പെർഫോമൻസ്. അതായത് നല്ല പെർഫോമൻസിൽ റിസൾട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നീഡ് കോൺസ്റ്റൻറ്റ് മോഡിഫിക്കേഷൻ. നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പം നമ്മളിപ്പോൾ സയൻസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് പെട്ടെന്ന് തന്നെ അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യകത കൂടുതലായിരിക്കും. ടെസ്റ്റ് ആങ്സൈറ്റി മേ എഫക്റ്റ് പെർഫോമൻസ് നെഗറ്റീവ്ലി. ഇനി അഥവാ ഈ ടെസ്റ്റ് എടുക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ തന്നെ അവർക്ക് ആ ടെസ്റ്റിലും ആങ്സൈറ്റി വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഡിഫറൻസസ് ബിറ്റ്വീൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ബിലീഫ്സും തോട്ട്സും അല്ലെങ്കിൽ നമ്മുടെ പെർസെപ്ഷൻ അബൌട്ട് സംതിങ് ആണ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നേറ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യാലിറ്റി അല്ലെങ്കിൽ സ്കിൽസ്, എബിലിറ്റീസ്, നോളജിനെയാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. ആറ്റിറ്റ്യൂഡ് ഈസ് യൂഷ്വലി എക്വയർഡ് ആൻഡ് ലേൺഡ്. ആപ്റ്റിറ്റ്യൂഡ് കൂടുതലും ഇന്നേറ്റ് ആയിരിക്കും. ആറ്റിറ്റ്യൂഡ് ചേഞ്ചസ് വിത്ത് ടൈം. ആപ്റ്റിറ്റ്യൂഡ് യൂഷ്വലി ഡസ് നോട്ട് ചേഞ്ച് ബട്ട് ഇറ്റ് ഡെവലപ്സ് ത്രൂ ട്രെയിനിങ്. നമുക്ക് അത് മാറ്റം വരത്തില്ല, പക്ഷെ നമ്മുടെ ട്രെയിനിങ്ങിലൂടെ നമുക്കത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. Aptitude is measured using aptitude scales. Aptitude is measured using aptitude test. Attitude determines how a person will react or behave in a particular situation, while aptitude predicts one's future performance in specific areas. Attitude positive ആകാം, നെഗറ്റീവ് ആകാം, ഇൻഡിഫറൻറ്റ് ആകാം, അല്ലെങ്കിൽ ഫേവറബിൾ ആകാം, അൺഫേവറബിൾ ആകാം. while aptitude എന്ന് പറയുമ്പോഴേ നമ്മുടെ കോമ്പിറ്റൻസിയാണ്. അത് നമ്മുടെ എബിലിറ്റി ഹൈ ലോ ഒക്കെ ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. Attitude associated with characters or virtues. It means attitude depends upon underlying values. നമ്മുടെ innate ആയിട്ടുള്ള വാല്യൂസിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആറ്റിറ്റ്യൂഡ് ഇരിക്കുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ഡിപ്പെൻസ് upon a skill enhancement and learning and training that you get. Attitude is more mental and psychological process. It means person's attitude is intrinsic and is shaped by his thoughts and experiences, while aptitude ആണെങ്കിൽ both mental as well as physical ആണ്. It is developed by physical, visual means and mental processes are important. So these are the differences between attitude and aptitude.